എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ഞങ്ങൾ കാട്ടാക്കട സെൻട്രൽ ക്ലർജിയുടെ പ്രസിഡന്റ് ഒലിവർ അച്ഛൻ, എന്ന പ്രിയപ്പെട്ട ജി സുനിലച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഈ ബാലരാപുരം സർക്കിളിൽ പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ, യുവജന സഖ്യം, വനിതാ ഫോറം കമ്മിറ്റിയിലെ പ്രവർത്തകരെ, അംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വേഗം വരുന്നവനായ യേശു തമ്പുരാൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ആമുഖത്തിൽ അറിയിക്കുകയാണ്. സത്യത്തിൽ ഇന്ന് അപ്രതീക്ഷിതമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ക്ഷണിക്കുവാൻ യാതൊരു സാധ്യതയില്ലായിരുന്നു. കാരണം ഒരിക്കൽ ക്ഷണിച്ചപ്പോഴുള്ള അവസ്ഥ ഒലിവറച്ചൻ അറിയാവുന്നതുകൊണ്ട് രണ്ടാമതൊരു ക്ഷണം പ്രതീക്ഷിച്ചല്ല ഞാൻ ഇരുന്നത്. എന്നാൽ ദൈവം തമ്പുരാൻ്റെ ക്രമീകരണ പ്രകാരം ഇന്ന് വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സദസ്സിലായിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ലൂഥറൻ ചർച്ചുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ പ്രവർത്തനം സെമിനാരിയിൽ നിന്ന് ആരംഭിച്ചതാണ്. എന്നോടൊപ്പം ജാർഖണ്ഡ് സ്വദേശികളായ 2 ഡീക്കണസ് എന്നവർ പട്ടക്കാരാണ്. പഠിക്കുവാനായിട്ട് ഫരീദാബാദ് ധർമ്മജ്യോതി വിദ്യാപീഠിലുണ്ടായിരുന്നു. കാട്ടാക്കട മാർത്തോമ വയോജന മന്ദിരത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കാട്ടാക്കടയുടെ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ലൂഥറൻ ചർച്ചിലേക്ക് പോയത് പൊൻവിള സർക്കിളിലാണ്. പൊൻവിള സർക്കിളിൽ അന്നത്തെ മീറ്റിങ്ങിന് അധ്യക്ഷപദം അലങ്കരിച്ചത് സുനിലച്ചനാണ്. സുനിലച്ചന്മാരുടെ ഒരു നേതൃത്വത്തിലാണ് ഈ ലൂഥറൻ ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽപ്പാൻ എനിക്കിടയായി തീർന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട അച്ഛന്മാരിലൂടെ ഈ നാളുകളിൽ ലഭിക്കുന്ന ശക്തമായ നേതൃത്വത്തിനും വലിയ സ്നേഹത്തിനും നന്ദി പറയുകയാണ്. ഇന്ന് 3 ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തിൻ്റെ ക്രമീകരണമാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ഭാഗമായി കാട്ടാക്കട സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന എനിക്ക് എൻ്റെ സ്ഥാപനയിൽ ഇന്ന് ഞങ്ങളുടെ സെൻറ്ററിൻ്റെ അഖില ലോക സൺഡേ സ്കൂൾ ദിനത്തിൻ്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീർന്നു കാണും. മേഖലയിലുള്ള മറ്റ് ഇടങ്ങളിലും സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടക്കുകയാണ്. എന്നാൽ ബാലരാമപുരം സർക്കിളിലെ ലൂഥറൻ ചർച്ചുകൾക്ക് ഇന്ന് പ്രത്യേകതയുണ്ട്. കാരണം ഒരു വല്ലാത്ത വേദന ഈ അച്ഛന്മാരെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഭാരം, ചിന്ത. കാരണം 3 കൂട്ടരെയും കൂടെ ഒരുമിച്ച് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. 3 പേരെയും കൂടെ ഒരുമിച്ച് കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷമയില്ലാത്ത ഒരു കാലഘട്ടമാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നിന്ന് 16 കിലോമീറ്റർ മാത്രം അകലെ കല്ലിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് സ്വന്തം മകൻ മദ്യപാന രോഗി 76 വയസ്സുള്ള അമ്മയെ കൊന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ശുഭ്രവസ്ത്രധാരികളായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വലിയ വേദനയും പിരിമുറുക്കവും സംഘർഷവും ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു സംഘർഷത്തിൻ്റെയും വേദനയുടെയും ഉത്തുംഗ സംഘത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ മീറ്റിങ്ങുകൾ ക്രമീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇപ്പോൾ എന്നെ കേൾക്കുന്നത് ഇവിടുത്തെ എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും ഇല്ല. ഉണ്ടോ? ഈവൻ ദോ നമ്മളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർ പള്ളിക്കകത്തില്ല, പുറത്താണ്. അവരവരുടെ ലോകത്താണ്, അല്ലേ? ശരിയാണോ? ശരിയാണ്. എവിടം വരെ പോകും നമ്മൾ? എവിടം വരെ പോകും? വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യം പറയുന്നുണ്ട്: ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിത് കടന്നിടും. അപ്പോൾ ഇടുക്കവും ഞെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള ഒരു പാതയിലെ യാത്രക്കാരാണ് എന്ന് നാം മറന്നു പോകരുത്. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആകമാനമായ തുക എന്ന് പറയുന്നത് വെളിച്ചത്തിലേക്ക് അപരനെ കൈപിടിച്ച് നടത്തുക എന്നുള്ളത് തന്നെയാണ്. നല്ല അയൽക്കാരനാകുവാനും ഇന്ന് വേദപുസ്തകം വായിച്ചപ്പോൾ വായിച്ച വേദഭാഗം നിങ്ങളാരും കേട്ടില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കേട്ടോ ആരിലും? എവിടുന്നാ വായിച്ചേ? അത് വായിച്ച ആൾക്കാരെന്ന് എനിക്കറിയാമല്ലോ. ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് ഉപദേശമാണ്.
മക്കളെ, നിങ്ങളുടെ അപ്പന്മാരെ ബഹുമാനിപ്പീൻ. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും പിന്നെ നന്മയുണ്ടാകുവാനും. അല്ലേ? പിന്നെയും ഒരു പറച്ചിൽ പറയുകയാണ്. എന്ത്? പിതാക്കളെ നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചോണമെന്നാണ് അർത്ഥം. ബാലോപദേശത്തിലും പഥ്യോപദേശത്തിലും വളർത്തണം. അത് മാത്രമേ അമ്മമാർ എടുത്തുള്ളൂ. പക്ഷെ ഇതിനിടയ്ക്ക് വേറൊരു സാധനം പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. അല്ലേ? ഞാൻ ഈ പല മേഖലയിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന ഒരു സംസാര വിഷയം ഇങ്ങനെയാണ്. പ്രായമായി 2 മക്കളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം അപ്പനും അമ്മയും പറയും, അവൻ കൊച്ചാണ്, അവനൊന്നും അറിയത്തില്ല. അറിയാമോ? അവൻ കൊച്ചാണ്, അവനൊന്നും അറിഞ്ഞുകൂടാ. അവൾ കുഞ്ഞാണ്, അവൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഇതേ കുഞ്ഞുങ്ങളാണ് നാളെ നമ്മുടെ മുന്നിൽ പത്രവാർത്തകളിൽ നിറയുന്നത്. നെയ്യാറ്റിൻകര പ്രദേശത്ത്, ദൂരത്തൊന്നും പോകണ്ട കേട്ടോ, തിരുവനന്തപുരത്ത് തന്നെ നിന്നാൽ മതി. നെയ്യാറ്റിൻകര പ്രദേശത്ത് കാമുകനോടൊപ്പം പോകുവാനായി ജനിച്ചു വീണ കുഞ്ഞ്, ഏകദേശം 6 മാസമോളം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിക്കുവാൻ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അവൾ പോയത് കടലോരത്തേക്കാണ്. പോയി എന്ത് ചെയ്യുന്നറിയാമോ? കാലിൽ പിടിച്ചിട്ട് തല കല്ലിലടിച്ച് കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ വിശ്വാസ സമൂഹമായി നാം ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അച്ഛന്മാരുടെ സംഘർഷം എന്താണെന്ന് ഞാൻ ആമുഖത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കാം. ഇന്ന് അഖില ലോക സൺഡേ സ്കൂൾ ദിനവുമായി ബന്ധപ്പെട്ട് മലങ്കര മാർത്തോമ സുറിയാനി സഭ എടുത്തിരിക്കുന്ന തീമിനകത്ത് വരുന്ന വേദഭാഗം, സുവിശേഷ ഭാഗം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെ 14 വരെയുള്ള വാക്യങ്ങളാണ്. അറിയാമോ എന്താണ്? ഈ ലൂതറൻ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ അന്ന് പോയത്, അവരെല്ലാവരും നല്ല മണി പോലെ ഉത്തരം പറഞ്ഞു. ഇവിടെയും അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞാട്ട് എന്താണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത? പറഞ്ഞ സമയം, നിങ്ങളുടെ സമയം കളയുന്നില്ല. 5 അപ്പവും 2 മീനിൻ്റെയും അനുഭവമാണ്. എന്നാൽ 5 അപ്പത്തെ അവിടെ വ്യത്യസ്തമായി വിശദീകരിക്കുന്നുണ്ട്. 5 യവത്തപ്പം എന്ന് എടുത്തു പറയുന്നുണ്ട്. 5 യവത്തപ്പത്തിൻ്റെയും 2 മീനിൻ്റെയും അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് സൺഡേ സ്കൂൾ ദിനത്തിൽ ഞങ്ങൾ ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്തത്. യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എപ്പോഴും ജനസമൃദ്ധമുണ്ടായിരുന്നു, സമൃദ്ധിയായിരുന്നു. അവൻ പോയ അവനോടുകൂടെ യാത്ര ചെയ്തു. അവരെ അവൻ എതിർപ്പെട്ടു. അവർക്ക് പഥ്യോപദേശങ്ങൾ നൽകി, മാർഗനിർദ്ദേശങ്ങൾ നൽകി, അവർക്ക് ജീവൻ്റെ വഴി കാണിച്ചു നൽകുകയാണ്. എന്നാൽ ഈ സാഹചര്യം വ്യത്യസ്തമാണ്. ഈ സാഹചര്യം എന്ന് പറയുന്നത്, ജനം അധികമാണ്, ഭക്ഷണമില്ല. ജനം അധികമാണ്, ഭക്ഷണമില്ല. അന്ത്രയോസ് അന്വേഷിക്കാൻ പോയി, ആരുടെ കയ്യിലെങ്കിലും എന്തെങ്കിലും സാധനം ഉണ്ടോ, ഐറ്റം. ചെന്നപ്പോൾ ഒരു ബാലകൻ്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എന്നെ കേൾക്കുന്ന ലൂതറൻ വിശ്വാസ സമൂഹമേ, നമ്മെക്കുറിച്ചുള്ള ദൈവം തമ്പുരാൻ്റെ ആകമാനമായ കാഴ്ചപ്പാടാണ് ആ വേദഭാഗത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അന്ത്രയോ എന്ന ഒരുവനെ കേൾക്കുവാനോ കാണുവാനോ അവനോട് സംവാദിക്കുവാനോ അല്ല അവൻ്റെ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ യേശു സന്നിധിയിലേക്ക് അയച്ചത്. അന്ത്രയോസുമായി അവന് യാതൊരു ബന്ധവുമില്ല. അന്ത്രയോസ് അവൻ്റെ ആരും അല്ല. എന്നിട്ടും അന്ത്രയോസ് കൈ നീട്ടിയപ്പോൾ 5 യവത്തപ്പവും 2 മീനും പങ്കിടുവാൻ അവന് സാധ്യമായി തീർന്നു. എങ്ങനെ സാധ്യമായി? എന്തുകൊണ്ട് സാധ്യമായി? ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ കേൾക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഓഗസ്റ്റ് മാസം എൻ്റെ ഇടവകയിലായിരുന്നു. എൻ്റെ ഇടവകയിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ വികാരി അച്ഛൻ വികാരാതീതനായി പറഞ്ഞു, സൺഡേ സ്കൂൾ അധ്യാപകരോട് പറഞ്ഞു, സംസാരിച്ചു, ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ക്ഷാമമുണ്ട്. ഒരു മാതാവിനോട് പറഞ്ഞു, അവിടുത്തെ കുഞ്ഞു വരുന്നില്ലല്ലോ, എന്താണ് കാര്യം? അപ്പോൾ അമ്മയുടെ മറുപടി, നിങ്ങൾക്ക് വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം സ്ത്രീജനങ്ങളാണ് കൂടുതൽ, അല്ലേ? ഞങ്ങൾ അപ്പന്മാരല്ലെങ്കിലും പണ്ടേ പിന്നാക്കമായതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഉള്ളു, അല്ലേ?
ഈ അമ്മയുടെ മറുപടി എന്നാണെന്നറിയോ? ഈ അമ്മയുടെ മറുപടി, അച്ഛാ ഞായറാഴ്ച ഒരു ദിവസമോ എൻ്റെ കൊച്ചൊന്ന് ഉറങ്ങുന്നത് അന്നാണോ പള്ളിയിലോട്ട് വിടുന്നത്? ദൈവത്തിന് സ്തോത്രം. ഞായറാഴ്ച എന്ത് ചെയ്യാനായിട്ടുള്ള? എൻ്റെ കൊച്ചിന് ഉറങ്ങാനുള്ള ദിവസം. ബാക്കി മുഴുവൻ ദിവസങ്ങളും ഭാരങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പള്ളി അങ്കണത്തിൽ കാലുകുത്തുമ്പോൾ എൻ്റെ യൗവനത്തിൽ ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളൊക്കെ ഇപ്പം പോഷായിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ പോഷ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്താണെന്നറിയാമോ? അച്ഛൻ പറഞ്ഞതിന് കാരണം, ഇങ്ങനെ നിങ്ങളുടെ പ്രായത്തിൽ ബെഞ്ചിലിരിപ്പാൻ അച്ഛൻ അനുവാദമില്ലായിരുന്നു. കുറേ കണ്ണാടി വെച്ച പുള്ളികളും കുറേ നരച്ച തലമുടികൾ കുറച്ച് അമ്മമാരും ഒക്കെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഓരോ ബെഞ്ചിൻ്റെ അറ്റത്തിരിക്കും. അവിടോട്ട് എണിച്ചു പോടാ, പോയി താഴെയിരിക്കാൻ പറയും. നിലത്തിരുന്നാണ് ഞങ്ങളുടെയൊക്കെ സൺഡേ സ്കൂൾ അഭ്യസനം നടന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് ആനയിക്കുവാൻ പരാജയപ്പെട്ടു പോകുന്നു? ഞായറാഴ്ച രാവിലെ ഒരു ദിവസമുണ്ടെങ്കിൽ ഒരു ചായ തരും, ഒരു ചായ. ദുഷ്ടയായ എൻ്റെ അമ്മ 2 മണി വരെ ഒന്നും തരത്തില്ല. പള്ളിയിൽ പോകണം, സൺഡേ സ്കൂൾ കൂടിക്കോണം, സഖ്യം കൂടിക്കോണം, അതിനുശേഷം വീട്ടിൽ വരണം. 2 മണിയാകുമ്പം കലവറ തുറക്കും, എല്ലാവർക്കും വിളമ്പും. അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇന്ന് ഒരു ശുഭ്രവസ്ത്രധാരിയായി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ഇത് പങ്കിടുവാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആത്മീകമായ നിറവിൻ്റെ അനുഭവമാണ് എന്ന് മറന്നു പോകരുത്. ആ ബാലകന് തനിക്ക് കൊടുത്തിരുന്ന ഇന്ന് നമ്മളുടെ ഒരു സംസ്കാരമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു വിടും. എന്ത് പറഞ്ഞു വിടും? രാവിലെ പൊതി കിട്ടുമ്പോൾ എന്നാ പറയും? അമ്മമാരെന്ന് പറഞ്ഞാട്ട് രാവിലെ പൊതി കിട്ടുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളോട് എന്നാ പറയും? എന്നാ പറയും? മോനെ മോളെ, അമ്മ 5 മണിയായപ്പോൾ എണ്ണീച്ചാണ്, നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, എന്ത് ചെയ്യണം? മുഴുവൻ കഴിച്ചോണം. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞിനെ നല്ലൊരു ഉപദേശം അല്ലേ? ഇതിന് ശേഷമുള്ള അഡീഷന് നല്ല രസം. എന്താ പറയുന്നറിയാമോ? ആർക്കും കൊടുക്കരുത് കേട്ടോ, ആർക്കും കൊടുക്കരുത്, നീ മുഴുവൻ കഴിച്ചോണം. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ ചെയ്യുന്നത് ദൈവരാജ്യ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ക്രമീകരണമാണോ എന്നുള്ള ചോദ്യമുണ്ട്. ശരിയാണ്, നമ്മുടെ കുഞ്ഞ് സുഭിക്ഷമായ അല്ലെങ്കിൽ വയറ് നിറഞ്ഞ് ഭക്ഷിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം തമ്പുരാൻ നമുക്ക് അനുവാദം തരുമ്പോൾ അങ്ങനെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു അനുഭവം കൂടിയുണ്ട്. നിന്നോടുകൂടെ പന്തിയിലിരിക്കുന്ന ഒരുവന് ഒരു നേരത്തെ ആഹാരത്തിന് അന്നത്തിന് വകയില്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ അവനോടുകൂടെ അത് പങ്കിടുവാൻ സാധ്യമായി തീരണം. സൺഡേ സ്കൂൾ അഭ്യസനവും യുവജന സഖ്യ അനുഭവവും. പ്രിയപ്പെട്ട ഷാൻ പോയോ? ഷാൻ ഭയങ്കര പരാതി പറയായിരുന്നു, ആരും വരുന്നില്ല. അല്ലേ? ശരിയല്ലേ? ആരും വരുന്നില്ല. എന്താ കാരണം? സഖ്യാംഗങ്ങൾക്കൊന്നും നേരെയില്ല. ശരിയല്ലേ? നേരം വെളുത്ത കണ്ണാടിയുടെ മുന്നേ എത്ര മിനിറ്റ് ഇവിടെ എത്ര നേരം ചിലവഴിക്കും? കണ്ണാടിയുടെ മുന്നിൽ എന്തെല്ലാം ഐറ്റമാണെന്നറിയോ? ചുമന്ന സാധനം, പിങ്ക് സാധനം, കറുത്ത സാധനം, പെൻസിൽ പോലത്തെ സാധനം, എന്തെല്ലാം ഐറ്റമാണെന്നറിയോ? ക്രീം കുറേ എണ്ണം അല്ലേ? പിന്നെ ഒപ്പിൽ പരിപാടി, എന്തെല്ലാം ഐറ്റമാണെന്നറിയോ? ഇത്രയും ഒരുങ്ങി എവിടെ പോവാണ്? സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്തിനു വേണ്ടിയാ? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ഞാൻ ചോദിച്ചുകൊട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ജീവിതത്തെയും വ്യത്യസ്തമായ അനുഭവത്തിലാണ് ദൈവം തമ്പുരാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ പറയും അവൻ്റെ സ്വരൂപത്തിൽ അവൻ്റെ ഉണ്മയിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ആക്കി വച്ചിരിക്കുകയാണ് അല്ലേ? ഞാനായിട്ടിരിക്കുന്നതും ഒലിവറച്ചനായിട്ടിരിക്കുന്നതും ജയനച്ചനായിട്ടിരിക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാ? സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണോ? ദൈവത്തിൻ്റെ സ്വരൂപങ്ങളാണ്. ദൈവം നമുക്ക് സൗന്ദര്യം തന്നാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. തിരിച്ചറിയാനായിട്ടുള്ള സൗന്ദര്യം അത് മാത്രം മതിയായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ സമൃദ്ധിയിലായി കഴിഞ്ഞപ്പോൾ ഇപ്പം കുറച്ച് പുത്തൻ പണക്കാരാണ്. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുക. കുറച്ച് പുത്തൻ പണക്കാർ, അയൽവക്കക്കാരനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പഠിപ്പിക്കുന്നത് സൺഡേ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരിക്കും. യുവജനസഖ്യമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല.
സേവികാ സംഘവുമായി യാതൊരു ബന്ധവുമില്ല, പ്രാർത്ഥനയുടെ അനുഭവങ്ങളില്ല, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധങ്ങളില്ല. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ഇന്ന് നിങ്ങൾ ഇത്രയും അക്ഷമരായി, നിങ്ങൾ അക്ഷമരായിട്ടായിരിക്കുന്നത് എനിക്കറിയാം, ഇത്രയും അക്ഷമരായി രാവിലെ ഒരു ആരാധന അന്തരീക്ഷമൊക്കെ കഴിഞ്ഞ് നിങ്ങളിവിടെ സൺഡേ സ്കൂളായിട്ടും യുവജന സഖ്യമായിട്ടും സേവികാ സംഘമായും കൂടി വരുമ്പോൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു ബാലകൻ്റെയും അവൻ്റെ മാതാപിതാക്കളുടെയും അനുഭവം ഉണ്ടായിരുന്നു എന്ന് മറന്നു പോകരുത്. വേദപുസ്തകത്തിലെ ആദ്യ അത്ഭുതങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു അത്ഭുതമായിട്ടാണ് അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതമായി കാണുന്നത്. പക്ഷേ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് ആ ബാലകൻ്റെ കരങ്ങളിലാണ് എന്ന്. ആ ബാലകൻ്റെ കരങ്ങളിൽ നടന്ന അത്ഭുതത്തെ പങ്കിടുവാൻ ക്രിസ്തീയ വിശ്വാസ സമൂഹമേ ഇന്ന് ഈ പ്രിയപ്പെട്ട ശ്രേഷ്ഠ പുരോഹിതന്മാരിലൂടെ സഭ ഒന്നടങ്കം ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. അതിന് കരം കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. അതിന് കരം കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നില്ല എങ്കിൽ അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ബന്ധങ്ങളെ മറക്കുന്ന, ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്ന, സൗഹൃദങ്ങൾ മറക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളായി നാം മാറും. മാർത്തോമാ വയോജന മന്ദിരത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവിടെ ഇരിക്കാൻ. എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, അവിടെ വരുന്നവർ മുഴുവൻ ഈ അമ്മയെ നോക്കുവാൻ ആരും ഇല്ല എന്നുള്ള എഴുത്തുകൊണ്ടാണ്. ഇവിടെ എന്നെ കേൾക്കുന്നത് കൂടുതലും സ്ത്രീജനങ്ങളാണല്ലേ. കുറച്ച് പേരെ കേൾക്കുന്നുള്ളൂ, കുറേ പേരൊക്കെ അവരുടെ ലോകത്താണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു ഗർഭപാത്രമെങ്കിലും ഇല്ലാതെ ഒരു പിറവി ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ഗർഭപാത്രമില്ലാതെ ഒരു പിറവിയും ഇല്ലാതിരിക്കെ വില്ലേജ് ഓഫീസിൽ പോയി നാം സർട്ടിഫൈ ചെയ്യുകയാണ്, ഷീ ഈസ് എ ഡെസ്റ്റിറ്റ്യൂട്ട്, അവൾ അനാഥയാണ് എന്ന്. എങ്ങനെയാ സംഭവിക്കുക? ആ ഒരു വലിയ വേദനയിലാണ് ഞാനുള്ളത്. പ്രിയപ്പെട്ടവരെ, തള്ളുവാൻ മനുഷ്യന് സാധ്യമാണ്, സ്വർഗത്തിന് അല്ലാത്തത് കൊണ്ടാണ് മാർത്തോമാ വയോജന മന്ദിരം ഇന്ന് കാട്ടാക്കടയുടെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത്. പങ്കിടുവാൻ കഴിയണം, അവരനെ സ്നേഹിക്കുവാൻ കഴിയണം. ബാലൻ്റെ കയ്യിലെ അത്ഭുതം എൻ്റെ ഭവനത്തിനകത്തെ അത്ഭുതമായി മാറുവാൻ സാധ്യമാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ കൂടിവരവിന് കാതലുണ്ടാവുകയുള്ളൂ, കാമ്പുണ്ടാകുകയുള്ളൂ, ഉണ്മയുണ്ടാവുകയുള്ളൂ. ഇപ്രകാരം ഒരവസരം എനിക്ക് അനുവദിച്ചെന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠ എല്ലാവരും ഒരു വാക്കിന് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ജീവിതങ്ങൾ ദൈവം തമ്പുരാൻ്റെ കരങ്ങളിലെ ഏറ്റവും അനുഗ്രഹീതമായ അനുഭവങ്ങളായി മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ അർത്ഥമുള്ള പ്രാർത്ഥനകളായി മാറട്ടെ. ഏറ്റവും മനോഹരമായിട്ടാണ് ഇവിടെ പാട്ടുകളൊക്കെ പാടിയത്. ദൈവം തമ്പുരാൻ നമുക്ക് അളന്നു തൂക്കി കഴിവുകളെ നൽകിയിരിക്കുകയാണ് അല്ലേ? ശരിയാണോ? നിങ്ങൾ അങ്ങനെയല്ലേ പാടിയേ അല്ലേ? മാർത്തോമാ സഭയിലെ ഒരു എഴുത്തുകാരൻ എഴുതിയ പാട്ടാണ്. അളന്നു തൂക്കി തരുന്നതൊക്കെ യഹോവയുടെ കരവിരുതാണ് അല്ലേ? ഈ ഒരുമയിലാണ് ഇവരൊക്കെ വന്ന് നിന്ന് ശ്രദ്ധിച്ചായിരുന്നോ? ഗായക സംഘം വന്ന് നിന്ന് ശ്രദ്ധിച്ചായിരുന്നോ? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരേ ലെവലിലുള്ള സാരി, ഒരേ ലെവലിലുള്ള ബ്ലൗസ് അല്ലേ? കയ്യിലുണ്ടോ? കയ്യിൽ നോക്കി ഇല്ല, കയ്യിലില്ല. സ്വോത്രം. അല്ല, ഇതിനകത്തൂടെ അവർ സംവേദനം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇതിനകത്തൂടെ ഉറക്കം മാറിയില്ലേ? കുഴപ്പമില്ല, പേടിക്കണ്ട, ഉറക്കം അങ്ങ് പോയെന്നുള്ളൂ കുഞ്ഞ്, സാരയിൽ. ഇതിനകത്തുകൂടെ ആ ഗായക സംഘം നമ്മളോട് സംവേദനം ചെയ്ത് എന്താണെന്നറിയാമോ? വി ഫൗണ്ട് എ ജീസസ്, അല്ലെങ്കിൽ വി ഫൗണ്ട് എ ഗോഡ്. ഞങ്ങളൊരു ദൈവത്തെ കണ്ടെത്തി, അവനിൽ ഞങ്ങളൊരു ഒരുമയെ കണ്ടെത്തി. ഇതൊരു യൂണിറ്റിയുടെ അടയാളമാണ് കേട്ടോ, ഒരുമയുടെ അടയാളമാണ്. ഞങ്ങൾ വ്യത്യസ്തരാണ് എങ്കിലും ദൈവത്തിൻ്റെ നാമത്തിൽ ഒന്നാണ് എന്ന്, ദൈവ ക്രമീകരണ പ്രകാരം ഒന്നാണ് എന്ന്, ഒരേ അപ്പത്തിൻ്റെ അംശികളാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നിങ്ങളുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഇപ്രകാരം ഒരു അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ മറന്നു പോകരുത്, സ്വർഗം നമ്മളിൽ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മിൽ സ്വർഗം അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ നിധികളാണ്, നമ്മുടെ ഉള്ളിലെ നിധികളാണ്. അതിനെ അന്വേഷിച്ച് കണ്ടെത്തി ബാലകൻ്റെ അനുഭവം, അത്ഭുതങ്ങൾ നമ്മുടെ കരങ്ങളിലും ആസന്നമാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെയും അനുവദിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള നന്ദി, കടപ്പാട്, സ്നേഹം എല്ലാവരുടെയും നാമത്തിൽ അറിയിക്കുന്നു. മാർത്തോമാ വയോജന മന്ദിരം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.